1993 ഏപ്രിൽ 13 ദേവാസുരം റിലീസ് ചെയ്യുന്നു. രഞ്ജിത്തിൻ്റെ തിരക്കഥ, IV ശശിയുടെ സംവിധാനം. മംഗലശ്ശേരി നീലകണ്ഠനായി തകർത്താടി മോഹൻലാൽ, രേവതി, ഇന്നസെൻറ്റ്, നെടുമുടി വേണു, നെപ്പോളിയൻ, ശങ്കരാടി, VK ശ്രീരാമൻ, മണിയൻപിള്ള രാജു തുടങ്ങിയ വലിയൊരു താരനിര. ചിത്രത്തിലെ ഗാനങ്ങളോ പറയാനുമില്ല. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു ദേവാസുരം. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ നടി സീമ പങ്കുവെക്കുന്നത് എങ്ങനെയാണ്? ഒരു വർഷം 5ഉം 6ഉം പടമൊക്കെ ശശിയേട്ടൻ ഷൂട്ട് ചെയ്യും. അതിൽ മലയാളവും തമിഴും ഒക്കെ ഉണ്ടായിരുന്നു. തമിഴ് പടത്തിൻ്റെ ഷൂട്ട് ഹൈദരാബാദിലായിരിക്കും. രാവിലെ നേരത്തെയുള്ള ഫ്ലൈറ്റിന് നേരെ ഹൈദരാബാദിലേക്ക് പോകും. അവിടെ ഷൂട്ട് കഴിഞ്ഞ് നേരെ ചെന്നൈയിലെത്തി MVM സ്റ്റുഡിയോയിൽ ചെന്ന് എഡിറ്റ് ചെയ്യും. ഉറക്കമെന്ന് പറയുന്ന സാധനം ആ സമയത്തൊന്നും ഉണ്ടാകില്ല. ശശിയേട്ടൻ ഉറങ്ങില്ലെന്ന് മാത്രമല്ല, വേറെ ആരെയും ഉറങ്ങാനും സമ്മതിക്കില്ല. ആക്ടേഴ്സിനെ 3 ഗ്രൂപ്പുകളാക്കി തിരിച്ചായിരുന്നു ശശിയേട്ടൻ ഷൂട്ട് ചെയ്തിരുന്നത്. മോഹൻലാൽ, രേവതി, ഇന്നസെൻറ്റ് ഇവരെ ഒരു ഗ്രൂപ്പാക്കി, വേണുചേട്ടനെയും മറ്റും അടുത്ത ഗ്രൂപ്പാക്കി. അങ്ങനെയായിരുന്നു ഷൂട്ട്. ഒരു ഗ്രൂപ്പിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് വിശ്രമിക്കാം. ടെക്നീഷ്യന്മാർ ആരെയും ശശിയേട്ടൻ ഉറങ്ങാൻ വിട്ടില്ല, സീമ പറയുന്നു.